ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് മോഹൻ ബഗാൻ മുന്നിട്ട് നിൽക്കുകയാണ്. മത്സരത്തിൻ്റെ 32ാമത്തെ മിനിറ്റിൽ അവരുടെ സൂപ്പർ താരമായ ജാമി മക്ലാരൻ നേടിയ ഗോളാണ് ഇപ്പോൾ അവർക്ക് ലീഡ് നേടിക്കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് വരുത്തിവെച്ച ഒരു പിഴവാണ്. അതായത് 32ാമത്തെ മിനിറ്റിൽ ആശിഷ് റായുടെ ഒരു ഷോട്ട് വരുന്നു. പൊതുവെ അതൊരു ദുർബലമായ ഷോട്ടാണ്. യഥാർത്ഥത്തിൽ സച്ചിൻ സുരേഷിന് അത് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അത് പുറത്തേക്ക് തട്ടിയിടണമായിരുന്നു. എന്നാൽ അദ്ദേഹം നേരെ സേവ് ചെയ്തത് അത് റീബൗണ്ട് ആയിക്കൊണ്ട് ലഭിച്ചത് ജാമി മക്ലാരൻ്റെ ആ ഒരു കാലുകളിലേക്ക് കൃത്യമായിക്കൊണ്ടാണ്. അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യേണ്ട ഒരു ജോലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ സച്ചിൻ്റെ ഒരു പിഴവിൽ നിന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഗോൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇതിനു മുൻപും ഒരുപാട് തവണ സച്ചിൻ സുരേഷ് ഇത്തരത്തിലുള്ള പിഴവുകൾ വരുത്തിയിട്ടുണ്ട്. ബോൾ പ്രോപ്പറായിക്കൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കുന്നതിൽ ഒരുപാട് തവണ അദ്ദേഹം ഇത്തരത്തിലുള്ള പിഴവുകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി സേവ് ചെയ്യാൻ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ പുറത്തേക്ക് സേവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, കൃത്യമായി പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഒരുപാട് തവണ നമ്മൾ ഇത് കണ്ടു. എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പിഴവുകളിൽ നിന്ന് 7ാമത്തെ ഗോളാണ് ഈ സീസണിൽ വഴങ്ങുന്നത്. ഹൈദരാബാദ് FC ആണ് രണ്ടാമത് വരുന്നത്. 3 ഗോളുകളാണ് അവർ അങ്ങനെ വഴങ്ങിയിട്ടുള്ളത്. ജംഷഡ്പൂരും ബംഗളൂരു FCയും 3 ഗോളുകൾ വീതം അങ്ങനെ വഴങ്ങിയിട്ടുണ്ട്. ഒഡീഷ 2 തവണ വഴങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പിഴവ് കൂടി കൂട്ടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 7 തവണ അങ്ങനെ വഴങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും സച്ചിൻ സുരേഷിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്വീറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. എത്രയും പെട്ടെന്ന് സച്ചിൻ സുരേഷ് ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. അതുപോലെ തന്നെ പ്രതിരോധ നിരക്കും അവിടെ വിമർശനം ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജാമി മക്ലാരനെ കൃത്യമായിക്കൊണ്ട് മാർക്ക് ചെയ്തില്ല എന്ന വിമർശനങ്ങളും ഇപ്പോൾ സജീവമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.